രാത്രി എന്നുള്ള വാക്കിന് ഞാൻ എഴുതാൻ 10 തവണ ആലോചിക്കും. അത്രയും തണുപ്പാണ്. അപ്പം സാറിന് നമ്മളൊരു 6 മണി മുതൽ 2 മണി വരെ പിടിച്ച് നിർത്തിയിട്ട് 2 മണിക്ക് ശേഷം പിന്നെ വേറെ റോബി വർഗീസിൻ്റെ വേറെ കലാപരിപാടികളാണ്. 6 മണി വരെയാണ്, 6 to 6 മമ്മൂക്കനെ 2 മണി വരെ ബുദ്ധിമുട്ടിക്കുക. ചില ദിവസം 3:30 വരെ മെനക്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തീപ്പന്തം കൊണ്ടുള്ള കളികൾ പരിപാടി, പിന്നെ ആക്ഷൻ ബ്ലോക്കുകൾ കുറേ എടുക്കാനുണ്ടല്ലോ, എക്സ്ട്രാ ഷോട്ട്സ്. അപ്പോൾ അതൊക്കെ ഈ രാത്രി ഇന്ന് എടുക്കലാണ്. അപ്പോൾ അന്ന് ഈ സുപ്രീം സുന്ദർ മാസ്റ്ററാണ്. മൂപ്പരാണെങ്കിൽ അതേ സമയത്ത് കങ്കു ചെയ്തുകൊണ്ടിരിക്കും. മൂപ്പർക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ചില ദിവസങ്ങൾ മൂപ്പർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല പല ഇപ്പം പുള്ളിയുടെ അസോസിയേഷൻ വെച്ചൊക്കെ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ എടുക്കണമല്ലോ. പടം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് താഴെ എഴുതി കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അടുത്ത് മൂപ്പരുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പം അതിൻ്റെതായൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒന്ന് ക്ഷമിച്ചേക്കണം എന്ന് എഴുതി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുള്ളത്. നമുക്കടെ ഒരു ഓർമ്മ ഞെട്ടി, അതാണ് ഒരു എക്സ്പീരിയൻസ്. ഈ ഇപ്പം ഡയറക്ടേഴ്സ് പല വിധത്തിൽ വന്നിട്ട് ഇങ്ങനെ ഫീഡ്ബാക്ക് പറയുമല്ലോ. എന്നിപ്പോൾ പേരെടുത്തിട്ടുള്ളൊരു നടനായി, നായകനടനായിരിക്കുന്നു, തിരക്കഥാകൃത്തായിരിക്കുന്നു, ഇപ്പോഴും അതേ വാമത്തോടുകൂടി അതേ ഊഷ്മളതയോട് കൂടിയിട്ട് ഇപ്പം ഖാലിദ് റഹ്മാൻ എനിക്ക് ഉണ്ടയിൽ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇതല്ല എനിക്ക് വേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജൂഡാനോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ആളുകൾ കൈയടിച്ചു വെച്ചിട്ട് ഇതല്ല എനിക്ക് വേണ്ടത്, എൻ്റെ സാധനം ഞാൻ വന്ന് പറഞ്ഞുതരാം, അത് ചെയ്യണം. ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിലും അവർ വന്ന് പറഞ്ഞാൽ അതേ എനിക്ക് അതേ സമാധാനത്തോടുകൂടി കേൾക്കും. വിഷ്ണു ബേസിക്കലി സംവിധാനമല്ലേ വിഷ്ണുവിൻ്റെ ക്യാപ്റ്റൻ. നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് നിൽക്കാൻ പറ്റുക? അത് ഒരാളുടെ പുള്ളി അവരുടെ തലയിലുള്ളതല്ലേ ഫുള്ള്. നാളെ വിഷ്ണു സംവിധായകനായി, വിഷ്ണുവിൻ്റെ ഒരു തിരക്കഥാകൃത്ത് ഉണ്ടാവും. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ആദ്യം പറയുമ്പോൾ വിഷ്ണു ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ വിഷ്ണുവിന് ആവശ്യമുള്ള രീതിക്ക് ഞാൻ ചെയ്തു തരാമെന്നല്ലാണ്ട് വേറെന്തോ ഓപ്ഷൻ അതിൻ്റെ. വിഷ്ണുവിന് എന്ത് വേണമെന്ന് തരാനല്ല, വിഷ്ണു എന്നെ ഞാനൊരു ടൂള് മാത്രമല്ലേ. സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നടൻ എന്ന് പറഞ്ഞൊരു ടൂള് മാത്രമാണ്. ബേസിക്കലി ഫിലിം മേക്കറിൻ്റെ ക്രാഫ്റ്റാണ് സിനിമ, ഒരു സംശയമില്ല. ഇത് ഞാനെന്നല്ല, ലോകത്തെ ഏറ്റവും മികച്ച നടന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നാണ്. നമുക്ക് അങ്ങനെ ആ കണ്ടിന്യൂസ് ആയിട്ട് ആക്ടിങ് പ്രോസസ്സ് ഔട്ട് ആൻഡ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണം എല്ലാ നാടകം പിടിച്ച് അഭിനയിക്കേണ്ടത്. ഞാൻ അമച്ചർ നാടകങ്ങൾ സുനിൽ സുഗതച്ചേട്ടൻ്റെ അടുത്ത് ഞാനിപ്പോൾ 2 വർഷം പോലും ചോദിച്ചു, സുനിലായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ഉൾപ്പെടുത്തണം, ഞാൻ വരാൻ തയ്യാറാണ്. പറഞ്ഞു ഇല്ലടാ, ഞാൻ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുള്ളതൊക്കെ ഞാൻ നമ്മുടെ ശ്രീകുമാറിൻ്റെ ഒപ്പമാണ്, അതിനകത്ത് വേറെ സ്കോപ്പില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. നമ്മളങ്ങനെ പോയിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 45 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ നാടകം ചെയ്യാൻ ഒരു മടിയില്ല. നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ അമച്ചർ നാടകം ചെയ്തിട്ടുള്ളതാണ്, ഉമ്മാക്കി ചെയ്തിട്ടുള്ളതാണ്, കർണം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസ സമയത്ത് ഒരു മടിയില്ല. നമ്മൾ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡയറക്ടേഴ്സ് പറയുമ്പോൾ ജൂഡ് പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ വാവിട്ട് ഞാൻ ലൈഫിൽ കരഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ കരയാൻ പറയുമ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ എബ്രിഡ് ഷൈൻ്റെ ആയിക്കോട്ടെ, ഖാലിദ് റഹ്മാൻ്റെ ആയിക്കോട്ടെ, വളരെ സട്ടിൽ ആക്ടിങ്ങിൽ നമ്മൾ പോയിട്ട് അങ്ങനെ ലൗഡായിട്ടൊരു സാധനം വരുമ്പോൾ, കാരണം പുള്ളിയുടെ ജഡ്ജ്മെൻ്റ് ആണത്. അപ്പോൾ എനിക്കത് അങ്ങനെ വാവിട്ട് കരയാതിരിക്കാൻ വേണ്ടി ഞാനൊരു 5-6 ടേക്ക് കളിച്ചു നോക്കി. കളിക്കുക എന്നുള്ളതല്ല, ഞാനത് ഇത് മതിയാവുന്ന പ്രതീക്ഷ ബാലൻസ് ചെയ്ത് നോക്കി. പക്ഷെ അതല്ല. അപ്പോൾ ജൂഡ് നിർബന്ധപൂർവ്വം ചേട്ടാ അതല്ല കേട്ടാ, അത് അങ്ങോട്ട് ഒരു ജൂഡ് അവസാനം ഒരു സീൻ അഭിനയിച്ച് കാണിച്ചു. ജൂഡ് അവസാനം വെച്ചാൽ എനിക്ക് പറ്റുമോ അറിയില്ല, ജൂഡ് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു. ഈ ഞാൻ ചെയ്ത സാധനം മൂപ്പര് അഭിനയിച്ചാട്ട് ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നെങ്കിലും എനിക്ക് ഭീകരമായിട്ട് കയ്യടി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അതെനിക്കറിയാം. അത് നമ്മൾ വിചാരിച്ചാൽ എനിക്ക് കണ്ണൂർ സ്ക്വാഡിന് ശേഷം ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ ക്യാരക്ടർ അത് ക്ലീറ്റസ്, കുറുക്കൻ ക്ലീറ്റസ്. ഈ കണ്ണൂർ സ്ക്വാഡ് എഴുതിയതിന് ശേഷമേ തിരക്കഥ എഴുതാൻ സമീപിക്കുന്നവരുടെ എണ്ണം എത്രമാത്രം കൂടിയിട്ടുണ്ട്? തിരക്കഥാകൃത്ത് എന്നുള്ള ലേബൽ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ട്? എഴുതാൻ സത്യം പറഞ്ഞാൽ എഴുത്ത് നടക്കുന്നുണ്ടോ? എഴുത്ത് ഒന്നും നടക്കണമെന്നില്ല. ഡിസ്കഷൻസ് വേറെ റോബി ഒരു പരിപാടി പറഞ്ഞിട്ട് എൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. വേറൊരു സിനിമ, ഇൻ്റർനാഷണൽ സിനിമ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡിസ്കഷൻ പരിപാടി മെല്ലെ തുടങ്ങി, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എഴുതാൻ ആരും സമീപിക്കുന്നില്ല, എഴുതാൻ ആരും സമീപിച്ചിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല ശരിക്കും സത്യം. എൻ്റെ അടുത്ത് ഒരു 2-3 ഡയറക്ടേഴ്സ് അത് അവരുടെ കഥയ്ക്ക് തിരക്കഥ സംഭാഷണം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ 2-3 പടങ്ങൾ ഞാനിപ്പോൾ ചെയ്തു. ഒന്ന് ഡിറ്റക്റ്റീവ് ഉച്ചലൻ, അത് നമ്മുടെ രാഹുലും ഇന്ദ്രനീൽ എന്ന് പറഞ്ഞ നവാഗതർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, എനിക്ക് അനുജനെ പോലെ ഇതുപോലെ തന്നെ അടുപ്പുള്ള നൗഫൽ അബ്ദുള്ളയുടെ നൈറ്റ് റൈഡേഴ്സ്, അതും ഞാൻ ചെയ്തു. പിന്നീട് ചെയ്തത് നിഷാദ് തിരക്കഥയിൽ റഫീഖ് സംവിധാനം ചെയ്യുന്ന എന്താ ഹാൽ, ഒറ്റ സീനേ ഉള്ളൂ. മറ്റേ
ഷൈൻ നിഗത്തിന്റെ, പിന്നെ ഞാൻ ചെയ്തത് അരുൺ വൈഗയുടെ സിനിമ UK OK. അപ്പോൾ ഇത്രയും പരിപാടികളിനിടയ്ക്ക് കയറിയോടുകൂടി എനിക്ക് സമയമില്ലാതായി. അതിൽ ഉജ്ജ്വലനൊക്കെ എനിക്ക് ഭയങ്കര, എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയുള്ളൊരു കഥാപാത്രമാണ്. കാരണം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊന്ന് ഹ്യൂമറിൽ തിരിച്ചു വെക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ പേടി ഇങ്ങനെ പറയാൻ. കാരണം ഇപ്പോൾ ഗെയിം ചേഞ്ചറിൽ മറ്റേ ജയറാമേട്ടൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് ജയറാമേട്ടനോട് ആൾക്കാർ കൊന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പേടി, പറയാൻ പോലും പേടി. നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണല്ലോ അത്. അപ്പോൾ എന്താണെന്നറിയില്ല, അത് നമ്മൾ ഡബ്ബൊക്കെ ചെയ്ത് ആളുകൾ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയയിലല്ല റോണി ചേട്ടൻ ഹ്യൂമർ എക്സ്പ്ലോർ ചെയ്തിരുന്നത്. എത്ര പേര് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഇപ്പോൾ ആനന്ദത്തിൽ ഇപ്പോൾ നമ്മളിത് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ആവർത്തന വ്യവസ്ഥ എന്ന് അറിയാം. എന്നാലും ഇപ്പോൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഹെലനിൽ തനിക്കൊരു അലം വെച്ചൂടെ, ഞാൻ വെക്കാറുണ്ട് സാർ, എല്ലാ ദിവസവും ഞാൻ വെക്കാറുണ്ട് എന്ന് പറയുന്നത്, അത് ഭയങ്കര ജെന്യുവിൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അത് ആ സംഭാഷണത്തിൽ ശരിക്കും പറഞ്ഞ അവിടെ എഴുതി വെച്ചിരുന്നു വെച്ചാൽ മറ്റേ താനെന്തോ സെക്യൂരിറ്റി അലാറം വെക്കാത്ത എന്നാണ് സംഭാഷണം. ബിനു പപ്പ എന്നോട് ചോദിക്കുന്നത്, താനെന്താ ബിനു അല്ല അവിടെ ഉള്ള, അതായത് താനെന്തോ സെക്യൂരിറ്റി അലാറം വെക്കാത്ത എന്ന് ചോദിച്ചു. അപ്പോൾ സാർ സോറി സാർ വെക്കാം സാർ, ഇത്രയേ ഉള്ളൂ ഒരു പരിപാടി, ഇത്രയേ ഉള്ളൂ സ്ക്രിപ്റ്റ്. അപ്പം മാത്തുവിനടുത്തും ചോദിച്ചു, മാത്തു ഇങ്ങനെ പരിപാടി ബിനു ഒന്ന് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ താൻ എന്തോ അലാറം വെക്കാൻ. സാർ ഞാൻ പൊതുവെ നല്ല ഉറക്കമുള്ള കൂട്ടത്തിലാണ് സാർ, ഞാൻ അലാറം വെക്കാറില്ല സാർ. അത് അപ്പൊ മാത്തു ചോദിച്ചു, ചേട്ടാ അതെന്താ അങ്ങനെ? അപ്പൊ മാത്തു ചോദിച്ചു, ചേട്ടാ അതെന്താ അങ്ങനെ? അല്ലടാ ബേസിക്കലി ഇയാൾ വീട്ടിൽ അങ്ങനെ ഭാര്യയിലായിട്ട് നല്ല സംസർഗമൊന്നും അല്ലല്ലോ, അപ്പോൾ ഇയാൾ നല്ല ഉറക്കമുള്ള കൂട്ടത്തിലാണ്, അപ്പോൾ അങ്ങനെ ഉദ്ദേശമാണ്. ചേട്ടാ അത് വർക്കാവോ? ഞാൻ പറഞ്ഞു ഇത് വർക്കാവുന്നാണ് എൻ്റെ. അപ്പം നിനക്കിപ്പോൾ പറഞ്ഞപ്പോൾ ചിരി വന്നില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ, നിനക്ക് പറഞ്ഞപ്പോൾ ചിരി വന്നില്ലേ? അപ്പം അതിനർത്ഥം അത് വർക്കുന്നല്ലേ? നീ ഇപ്പോൾ ഞാനിപ്പോഴല്ലേ നിൻ്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചു. അത് ശരിയേട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബിനു ഈ പരിപാടി ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം എടോ സെക്യൂരിറ്റി അലാറത്തിനെ കയറി സാർ സോറി സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും അജുവിൻ്റെ കോൾ അവിടെ നിന്ന് വരും. അപ്പോൾ അജുവിൻ്റെ കോള് വരുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അങ്ങോട്ട് ചൂടാവും. എന്ന് വെച്ചാൽ അജു ഇവിടുന്ന് പറഞ്ഞ സാധനമൊക്കെ പുള്ളി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇയാൾ ചൂടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെക്കണം, ഞാൻ കുറച്ച് അങ്ങോട്ട് മാറും, ഒരു 2 സ്റ്റെപ്പ് അങ്ങോട്ടേക്ക് വെക്കും. എന്നിട്ട് ഇതിനിടയ്ക്കൂടെ തന്നെ ഇയാൾ അങ്ങനെ നോക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ എഡിറ്റിൽ പോയി. അപ്പോൾ ഇവർ കട്ട് ചെയ്യണില്ല, കുറേ നേരമായിട്ട് ഇവർ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട് പറഞ്ഞിട്ട് ഞാൻ കേൾക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ അവസാനം ഞാൻ മാത്തുവിൻ്റെ അടുത്ത് പറഞ്ഞു കട്ട് പറയണില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് കട്ട് ചെയ്തത്. കാരണം ആ രസം ഉണ്ടായിരുന്നു ആ പരിപാടി. അപ്പം എൻ്റെ ലെങ്ത് കൊണ്ടു വെച്ചിട്ട് അവർ അങ്ങോട്ട് ഇടയ്ക്കുന്നുണ്ട്. കാരണം പോലീസുകാരനൊക്കെ ആണല്ലോ, എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് 2 തരുമെന്ന് പേടിച്ചിട്ട് നമ്മളിങ്ങനെ മാറിയുന്നുണ്ട്. അല്ല ഞാൻ പറയുന്നത് ആ സമയത്തൊട്ട് സട്ടിലിറ്റിയിൽ പെർഫോം ചെയ്യുന്ന വെച്ചാൽ ആ സമയത്ത് ഈ ഓർത്തിരിക്കുന്ന തമാശ രംഗങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ വേർബൽ ഹ്യൂമർ മൊത്തത്തിൽ അവസാനിക്കുന്ന ഒരു സമയമാണ്. അവിടെയാണ് ഇപ്പൊ റോണി ചേട്ടൻ പോലെ ചില ആളുകൾ മാത്രം കൊണ്ടുവന്ന ചില വേർബൽ ഹ്യൂമർ ആണ് എനിക്ക് ഓർമ്മയിലുള്ളത്. ആ സമയത്ത് കംപ്ലീറ്റ്ലി സിറ്റുവേഷൻ ബേസ്ഡ് ഹ്യൂമർ മാത്രം. അപ്പൊ അത് ഓർത്തെടുത്ത് ഞാൻ പറഞ്ഞതാണ്. ഈ കൊച്ചിയിലേക്ക് ഈ സിനിമ ആഗ്രഹമായിട്ട് വന്നൊരു റോണി ഉണ്ടല്ലോ, ഒരു പരിധിവരെ ഈ എൻ്റെ പപ്പയ്ക്ക് ബേസിക്കലി തൃശ്ശൂർക്കാർക്കൊക്കെ ഉള്ളൊരു പ്ലസ് ആണ്, വിഷുവിന് മനസ്സിലാവും അത്. പപ്പ ഒരു 74-75 വയസ്സാണ്. പപ്പ വഴി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ മെല്ലെ പോവാണെങ്കിൽ പപ്പ പറയും വെറുതെ വീട്ടിലിരുന്നാൽ മതി, ഒരു കാര്യമില്ലാതെ ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് എന്താവും എന്തോ. പപ്പയുടെ പ്രായം പോലും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ആളാ. അതുപോലെ വെച്ചാല്